ിലേക്ക് തിരിച്ചെത്താം. എന്നിരുന്നാലും നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, കസ്റ്റഡിയിലായത് പാലക്കാട് MLA ആണ്. കേരളത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ ഏറെ നേരം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ വാർത്ത കൂടിയാണ്. ഇപ്പോൾ കൂടുതൽ വിശകലനങ്ങൾക്കായി ബിനോയ് ചേരുന്നത്. ബിനോയ്, നിലവിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി സംബന്ധിച്ച ഒരു പ്രതികരണം നൽകേണ്ട ബാധ്യത ഒരു നേതാക്കൾക്കുമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു MLA എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ യുവ MLA, വലിയ പ്രതീക്ഷയുള്ള MLA എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ചതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. നമ്മൾ കണ്ടതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ആ കാഴ്ചകളെല്ലാം. പിന്നീടാണ് ഈ സാഹചര്യങ്ങളൊക്കെ മാറി വരുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്, UDF മുന്നണിക്കുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണിയെ, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക? കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉയരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒന്നല്ല, രണ്ടല്ല, 3 പരാതികൾ, സമാനമായ 3 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പരാതികളിലെല്ലാം തന്നെ ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതും, ലൈംഗിക പീഡനം, അതുപോലെ തന്നെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ എതിർകക്ഷികൾ, അതായത് ഇടത് മുന്നണി വെറുതെ നോക്കിയിരിക്കില്ല. അവർ കൃത്യമായി ആരോപണ ശരങ്ങളുമായി രംഗത്തെത്തും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് ഭംഗിയായി തടി ഊരാനുള്ള എല്ലാ അവസരങ്ങളും അവർ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. കാരണം ആദ്യ പരാതി വന്ന ഉടൻ തന്നെ അവർ ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചു. രണ്ടാമത് പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്നെല്ലാം ഒഴിവാക്കി. മൂന്നാമത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക കൂടി ചെയ്തതോടുകൂടി തന്നെ കോൺഗ്രസിന് ആ വാദഗതി ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് ശരിവെക്കുകയും രാഷ്ട്രീയപരമായി ഇത് നല്ല തീരുമാനം എന്ന് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കന്മാർ അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം നിലവിൽ തീർക്കേണ്ടി വരത്തില്ല. പക്ഷേ ആരോപണങ്ങൾ വലിയ തരത്തിൽ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആരോപണങ്ങൾ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തിരഞ്ഞെടുപ്പിനെ ഇനി കേവലം 2 മാസമോ 2-3 മാസങ്ങൾ മാത്രം വലിയ തരത്തിൽ CPIM പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള കേസുകളിൽ CPIM നേതാക്കന്മാർ അടക്കം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ കിട്ടിയത് കൃത്യമായ ഒരു ആയുധം തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. LDF അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് എത്ര കണ്ട് വിജയപ്രദമാകും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരും തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു പ്രചരണത്തിന് തയ്യാറാകും എന്ന് നമുക്ക് തോന്നുന്നില്ല. സമീപ സമയത്ത് ഇപ്പോൾ തന്നെ 1-2 കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടെങ്കിലും അവർക്കൊന്നും തന്നെ പ്രതികരിക്കാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസുകാരനല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചത് കൊണ്ട് തന്നെ കോൺഗ്രസിന് മുഖം രക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കേന്ദ്രീകരിച്ച്, അതായത് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്തും പാലക്കാട് കേന്ദ്രീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് വേളകളിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം കൂടുകയും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത് കണ്ടതാണ്. പക്ഷേ അന്നൊക്കെ ഈ ഇടപെടൽ നടന്നിരുന്നെങ്കിൽ തന്നെയും അത് കോൺഗ്രസ് കാര്യമായി ഉൾക്കൊണ്ടിരുന്നില്ല. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു അകലത്തിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഷ്ട്രീയ കേരളം നിരീക്ഷിക്കുന്നത് അങ്ങനെയല്ല. ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിരന്തരം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസിന്റെ മുന്നിലേക്ക് പരാതികളായി പല പ്രാവശ്യം പല ആളുകളും, അതായത് പാർട്ടിക്കുള്ളിൽ ഉള്ള ആളുകൾ പോലും പല സമയങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പല വനിതാ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു നടപടിക്കും നീങ്ങാതെ പാർട്ടിയുടെ ഒരു ശക്തമായ നാക്ക്, അല്ലെങ്കിൽ എപ്പോഴും പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിലും ഒപ്പം തന്നെ സമരമുഖങ്ങളിലും ഒക്കെ തന്നെ
മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും വലിയ തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു നേതാവെന്ന എന്ന നിലയിലൊക്കെ തന്നെ വലിയ മുൻഗണനയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സമയത്ത് പോലും പരാതികൾ ഉയർന്നു വന്നിരുന്നെങ്കിലും ആ പരാതികൾ കോൺഗ്രസ് അവഗണിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ഒരു പക്ഷേ സമയത്ത് നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം വരില്ലായിരുന്നു. മാത്രവുമല്ല, ചില നേതാക്കന്മാരുടെ തണലിലാണ് അതിവേഗത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു പൊങ്ങിയത്. കാരണം ഷാഫി പറമ്പിലിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. കോൺഗ്രസിൽ പ്രവർത്തിച്ച് വലിയ പരിചയം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ചാനൽ ചർച്ചകളിലൂടെ മാത്രം വലിയ തരത്തിലൊരു നേതാവായി മാറുകയും പിന്നീട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരം കോൺഗ്രസുമായിട്ടോ ഒരു ബന്ധവുമില്ലാതെ കടന്നു വന്ന ഒരു നേതാവ്. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സമയത്ത് തന്നെ വലിയ തരത്തിൽ കൃത്രിമം കാണിച്ചു, വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചെന്ന പേരിലൊക്കെയുള്ള കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ പരാതികളിൽ നിന്ന് പരാതികളിലേക്ക് ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി എത്തിക്കൊണ്ടിരുന്ന പോലീസ് സംഘം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആദ്യ 2 പ്രാവശ്യവും വളരെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പിടിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പരാതിക്കാരി പത്തനംതിട്ട ജില്ലക്കാരിയാണ്. പരാതി നൽകിയത് ഇമെയിലായിട്ടാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ തീക്ഷ്ണത വളരെ വലുതായിരിക്കും, മാനം വളരെ വലുതായിരിക്കും. കാരണം ഗർഭചിത്രം ഇല്ലെങ്കിൽ പോലും തന്നെ DNA പരിശോധനയ്ക്ക് വേണ്ടി ഒരു ശ്രമം ആ സ്ത്രീ നടത്തിയിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ വിഷയങ്ങളായി ഉയരും. അതിനെ കൃത്യമായി പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് സർക്കാർ ഉന്നയിക്കുന്ന ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ എത്ര കണ്ട് കോൺഗ്രസ് ഇത് മുഖവിലേക്കെടുത്ത് ഇതിന് മറുപടി പറയാൻ തയ്യാറാകും എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മുതിർന്ന കോൺഗ്രസ് ആരും തന്നെ ഇപ്പോൾ നിലവിൽ ഇത്രയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് തന്നെയും കഴിഞ്ഞ ഒരു മാസമായി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ പല ആവർത്തി പോലീസ് തേടിപ്പോയിട്ടും ജാമ്യം തേടിപ്പോയിട്ടും ഒക്കെ തന്നെ മുതിർന്ന നേതാക്കന്മാരും തന്നെ കോൺഗ്രസ് മുതിർന്ന നേതാക്കന്മാർ ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടോ രംഗത്തെത്തിയ കാഴ്ച നമ്മൾ കണ്ടതല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി കോൺഗ്രസ് നേതാക്കന്മാർ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാം, മറ്റൊരു കാര്യമുണ്ട്. പാലക്കാട് മണ്ഡലത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ പാലക്കാട് 3 മുന്നണികളും ശക്തരായ ഒരു സാന്നിധ്യം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും 2ാം സ്ഥാനത്തായിരുന്നു BJP. രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. വലിയ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മുന്നിട്ട് നിർത്തി വലിയ രീതിയിൽ പ്രചരണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചു എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് നമ്മൾ കണ്ടതാണ് അവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, അതായത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു MLA ഇത്തരത്തിൽ ആരോപിതനായി കേസുമായി കസ്റ്റഡിയിലായി അങ്ങനെ നിയമവഴിയുമായി നടക്കുമ്പോൾ മിഷൻ 110 എന്നുള്ള ലക്ഷ്യവുമായി നടക്കുന്ന UDF മുന്നണിക്ക് ഇനിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് പാലക്കാടേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ അഭ്യൂഹങ്ങൾ, എന്തൊക്കെ ആരോപണങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതും കൂടി ഒരു ചോദ്യമല്ലേ? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഈ കേസിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു വിഴുപ്പലക്കലിന് തയ്യാറാവില്ല. അവർ കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ എത്തിക്കും. ആ മത്സര രംഗത്തേക്ക് അവർ ശക്തമായി ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ സമാനമായ തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കേസുകൾ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1-2 ഒക്കെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ചില നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ആ ആരോപണങ്ങളൊക്കെ പിന്നീട് ശരിയല്ല, അതുമായി കാര്യമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ല എന്ന് മനസ്സിലാക്കി അവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പരാതികളുടെ ഒരു ശ്രേണി എന്ന് തന്നെ പറയാം, ഒരു പരമ്പര എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 1 അല്ല 2 അല്ല 3. ഇതുകൂടാതെ പാർട്ടിക്കകത്ത് ചില ആളുകൾ നേരത്തെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പാർട്ടി അത് ഗൗരവമായി ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് പുറത്തറിയാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് കോൺഗ്രസിന് ചെറിയ തരത്തിലുള്ള തലവേദന അല്ല നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള തലവേദന തന്നെയാകും. പ്രത്യേകിച്ചും പ്രതിപക്ഷം അടിക്കടി വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് ഭരണപക്ഷം സർക്കാർ അടിക്കടിയുള്ള പ്രതിരോധത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തന്നെയായിരുന്നു. കാരണം ഈ അറസ്റ്റ് നീക്കങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഇപ്പോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീക്ഷ്ണത
അത് വലിയ തരത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത്തെ പരാതിയെക്കുറിച്ച് ആരും അറിയുന്നില്ല. മൂന്നാമത്തെ പരാതി പോലീസിന് ലഭിച്ച ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെല്ലാം തന്നെ രഹസ്യമായിരുന്നു. സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരോ മറ്റുള്ളവരോ ഒക്കെ തന്നെ ഈ സാധ്യത പതിച്ച് അറിയുന്നൊരു പതിവുണ്ട്. നിലവിൽ ഇത്തരത്തിൽ ഒരു അറിവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 ദിവസം മുമ്പോ മറ്റോ ആണ് പാലക്കാട് ഈ KPM ലോഡ്ജിലെത്തുന്നത്. KPM ലോഡ്ജിനെ സംബന്ധിച്ചോളം നേരത്തെ തന്നെ വിവാദമായ ഒത്തിരി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ലോഡ്ജ് കൂടിയാണ്. ഈ മുറിക്കകത്ത് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. മറ്റ് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിലെ ജീവനക്കാരൊക്കെ തന്നെ പുറത്തെവിടെയോ ആയിരുന്നു. എന്തായാലും ഈ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇതിന്റെ ഏതെങ്കിലും ഒരു സൂചന കിട്ടിയാൽ സാധാരണഗതിയിൽ അതിവിദഗ്ധമായി മുങ്ങുകയും ആ രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറാൻ കഴിയുകയും ചെയ്യുന്ന ഒരു കഴിവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ആദ്യ കേസിൽ തന്നെ കാണിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമാണ്. കാരണം വിവിധ തരങ്ങളിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹം എവിടെയാണെന്ന് പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുള്ള വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം സർക്കാരിന് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ അത്തരത്തിൽ ഒരു ചോർച്ചയും ഉണ്ടാകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അതാണ്, അത് തന്നെയാണ് കാരണം. പഴുതടച്ച നീക്കം, പഴുതടച്ച നിരീക്ഷണം മുൻ കേസുകളെ പോലെയല്ല. പ്രത്യേക രീതിയിൽ കൃത്യമായ രഹസ്യമൊഴി എടുത്തതിന് ശേഷം, വിവരങ്ങൾ ശേഖരിച്ച ശേഷം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു ആക്ഷൻ പ്ലാൻ ആയിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് 12:30 പാലക്കാട് KPM ഹോട്ടലിൽ എക്സിക്യൂട്ട് ചെയ്തത്. 15 മിനിറ്റ് കൊണ്ട് കസ്റ്റഡി നടപടികൾ അടക്കം പൂർത്തിയാക്കി പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ഇപ്പോൾ GR പൂങ്കുഴലി AR ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ വിശകലനങ്ങൾ നൽകിയത് D ബിനോയിയാണ്. എന്നിരുന്നാലും UDF മുന്നണിയെ സംബന്ധിച്ച് പുതിയൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇറക്കുമ്പോൾ എന്തൊക്കെ ആരോപണങ്ങളായിരിക്കും ആ പുതിയ സ്ഥാനാർത്ഥിക്കും അതോടൊപ്പം UDF മുന്നണിക്കും നേരിടേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ് നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ എത്താം. ആന്റണി ജോർജും പ്രസാദ് MJ യും D ബിനോയും ഒപ്പമുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.